ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ എല്ലാവരും ഇപ്പോൾ ഒത്തൊരുമയോടെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അർജുൻ ബ്രോ സേഫായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളത്. ഞാനും പ്രാർത്ഥിക്കുന്ന ആൾക്കൊന്നും പറ്റാണ്ട് സേഫായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്, വേറെ ഒന്നുമല്ല, ഒരാൾ മണ്ണിൻ്റെ അടിപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റ് ഇതുവരെ റെഡിയാക്കാത്തത് എന്താണ്? കാരണം ടെക്നോളജിപരമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ആളുകൾ സ്പേസിൽ പോകുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ്, കാരണം ഇതിന് മുന്നേ ഇവിടെ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ആളുകൾ സൗത്ത് ഇന്ത്യ ആണെങ്കിലും നോർത്ത് ഇന്ത്യ എവിടെയാണെങ്കിലും ഇതുപോലെ തന്നെ ആളുകൾ മണ്ണിൻ്റെ അടി പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ടൈം എന്നാളും ആയിട്ടുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളൊരു ചെറിയ എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഇവിടുത്തെ മീഡിയാസാണ്. നമ്മുടെ മീഡിയാസ് എന്നാലും നല്ല റോൾ വഹിക്കുന്നുണ്ട്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് പക്കയായിട്ട് കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളത്, ഞാനൊരു ഓൺ ഡേ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവിടുത്തെ ആളുകളൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മൾ അതർ സ്റ്റേറ്റിൽ ചെന്നാലും വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്